അങ്ങനെ ഫൈനലി ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസിന് വന്നിരിക്കുന്ന എന്തൊക്കെ മാറ്റങ്ങൾ, ഏറ്റവും നല്ല ടോപ്പ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ് ആയിക്കോട്ടെ, അതേപോലെ ഫ്ലഡ് ആയിക്കോട്ടെ, റെയിൻ ആയിക്കോട്ടെ, മഴ, കാറ്റ്, അങ്ങനെ കുറേയധികം പ്രശ്നമുണ്ട്. എല്ലാവരും സൂക്ഷിച്ച് നിൽക്കുക. അതേപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് പോവുക. ഡെങ്കിപ്പനി, ആ പനി, ഈ പനി, അങ്ങനെ പാപ്പനി, പനി എന്ന് പറഞ്ഞാൽ കുറേ പനികൾ വരുന്നുണ്ട്. എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് ബോഡി നോക്കുക, ഹെൽത്ത് നോക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ട്രിപ്പിനോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും പോവാതിരിക്കുക. അതൊക്കെ കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുക. പൊക്കോ, കുഴപ്പമില്ല, ഈ ഒരു സിനാരിയോയിൽ പോവാതിരിക്കുക. ആൻഡ് ഞാനും എൻ്റെ എവിക്ക ടീമും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. എല്ലാവർക്കും വേഗം പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ഫിനാൻഷ്യലി ആണെങ്കിലും മെൻ്റലി ആയാലും നിങ്ങളുടെ എല്ലാ പ്രോബ്ലം വേഗം മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കും എല്ലാ കാര്യങ്ങളും അറിയാം. സോ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും മനസ്സറിഞ്ഞ് തന്നെയാണ് പറയുന്നത്. എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. സ്ട്രോങ് ആയിട്ടിരിക്കുക എല്ലാവർക്കും. ഓക്കെ, പ്ലീസ്. അത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ബാക്ക് ടു അവർ ടോപ്പിക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും കവർ ചെയ്യാൻ പോകുന്നതും ഈ വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങിക്കുന്ന ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പുതിയ മാറ്റങ്ങളാണ്. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ആയി കാണുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് എബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നേ വരെ ആപ്പിൾ കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു ഓപ്ഷൻ, യെസ്, കോൾ റെക്കോർഡിംഗ് ഫൈനലി ആപ്പിൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ഈ പറഞ്ഞ സെലക്റ്റഡ് ഡിവൈസിൽ മാത്രമാണ് ലഭിക്കുക. അത് വേറൊരു സാഡസ്റ്റ് പാർട്ടാണ്. പക്ഷേ ഈ ഒരു കോൾ റെക്കോർഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു പ്രോംപ്റ്റ്, അതായത് ഇപ്പോൾ ഞാൻ വിളിക്കുന്നു, എൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് വ്യക്തി കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റും ആ ഒരു വ്യക്തി കോൾ റെക്കോർഡിംഗ് എനേബിൾ ചെയ്യുന്നുണ്ടെന്ന്. സോ ആ ഒരു പ്രോംപ്റ്റ് നമുക്ക് എന്തായാലും ആദ്യം കേൾക്കും, ഒരു ഡിസ്ക്ലെയിമർ പോലെ. എന്നിട്ടായിരിക്കും ഈ പറഞ്ഞ കോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം ഒരിക്കലും കോൾ റെക്കോർഡിംഗ് ഇപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു കോൾ റെക്കോർഡിങ്ങിന് ഒരു ട്രാൻസ്ക്രിപ്ഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഈ ഒരു ഓപ്ഷനാണ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ നമ്മുടെ നോട്ട്സിലേക്ക് സേവ്ഡ് ആവും. ഈ ഒരു കോൾ റെക്കോർഡിംഗ് ആപ്പിൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിംഗ്, അതേപോലെ ക്ലാസ് ടോക്സ്, പിന്നെ ഈ പറഞ്ഞ നമ്മുടെ എന്തെങ്കിലും ഒരു കോളേജിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ റെഫറൻസും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു നോട്ട്സിലേക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് സേവ് ആവുകയും നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയാണ് ഈ ഒരു കോൾ റെക്കോർഡിങ്ങും ട്രാൻസ്ക്രിപ്ഷനും ആപ്പിൾ സേവ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമുക്ക് മിസ്യൂസ് ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ ട്രാൻസ്ക്രിപ്ഷൻ കിട്ടുന്നത് സെലക്റ്റഡ് ലാംഗ്വേജിന് മാത്രമാണ്. ഇപ്പോൾ ഇംഗ്ലീഷും അതേപോലെ ചില സെലക്റ്റഡ് ലാംഗ്വേജിനും മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ അപ്ഡേഷനാണ് മെസ്സേജിങ് ആപ്പിൽ വരുന്നത്. ഓട്ടോ സജഷനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഞാൻ ഇപ്പോൾ ഒരാളായിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു. ഇപ്പോൾ ഫുഡിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടിക്കറ്റ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിലുള്ള ആ ഒരു ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു റിപ്ലൈ നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് എനിക്ക് പൊക്കത്ത് കൊണ്ടുവന്ന് കീബോർഡിൻ്റെ അടുത്ത് വെക്കും. അങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് തപ്പിപ്പിടിക്കേണ്ട ആവശ്യം വരില്ല. ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ ഒരു ഓട്ടോ സജഷൻ വരുന്നതുകൊണ്ട് പെട്ടെന്ന് മെസ്സേജിന് റിപ്ലൈ ആക്കാൻ പറ്റും. അതേപോലെ ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് അയച്ചു, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്ത മെസ്സേജ് എനിക്ക് കുറച്ചും കൂടെ സബ്മറൈസ് ചെയ്യാനും അതേപോലെ ചെറിയ വേർഡ്സ് ആക്കിയിട്ട് ഒന്ന് അയക്കാൻ, കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് അയക്കാനും ഇനി മുതൽ നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മൂന്നാമത്തെ മാറ്റമാണ് ഫോക്കസ് മോഡിൽ വരുന്നത്. ഫോക്കസ് മോഡിൽ വരുന്ന ഈ ഒരു മാറ്റം റെഡ്യൂസ് ഇൻട്രപ്ഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു AI ബേസ് ചെയ്ത് നമ്മൾ ഫോക്കസ് മോഡ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു AI തന്നെ മനസ്സിലാക്കും, ഇതിന് കുറച്ച് പ്രയോറിറ്റി ഉണ്ട്, ഈ ഒരു മെസ്സേജിന് പ്രയോറിറ്റി ഇല്ല. ഇപ്പോൾ സൊമാറ്റോ, അതേപോലെ എന്തെങ്കിലും ഒരു പ്രമോഷൻ്റെ മെസ്സേജ്, അതേപോലെ ഏതെങ്കിലും ചീപ്പായിട്ട് വരുന്ന സാധാ കോസ്മെറ്റിക്സിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോൾ അങ്ങനത്തെ മെയിലുകൾ, അതൊന്നും പ്രയോറിറ്റി വരുന്ന ഒരു മെയിലല്ല. പക്ഷേ എൻ്റെ അമ്മയുടെ മെസ്സേജ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ
മിസ് കോഡ്, എൻ്റെ സിസ്റ്ററിൻ്റെ എന്തെങ്കിലും ഒരു ബില്ലോ, എമർജൻസി ആയിട്ട് വരുന്ന എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മൾ യൂഷ്വലി താഴത്തേക്ക് പോകും. ഓരോ മെസ്സേജ് വരുമ്പോൾ ആ ഒരു മെസ്സേജ് പ്രയോറിറ്റി ഉള്ളതാണ് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോൺ മനസ്സിലാക്കുകയും എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ആൾക്കാരുടെ മെസ്സേജ് പൊക്കത്തേക്ക് വരികയും ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് മെസ്സേജ് പുറത്തേക്ക് വരാനുള്ള ആ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ ഇൻട്രപ്ഷൻ, ഈ പറഞ്ഞ സൊമാറ്റോ, സ്വിഗ്ഗി അങ്ങനത്തെ വേണ്ടാത്ത മെസ്സേജൊക്കെ താഴത്തേക്ക് പോവുകയും ചെയ്യും. പ്രയോറിറ്റി കൂടിയ മെസ്സേജ് എല്ലാം പൊക്കത്തേക്ക് വരും. ആ ഒരു ഓപ്ഷനും ഫോക്കസ് മോഡിലേക്ക് നമുക്ക് വരുന്നുണ്ട്. അടുത്ത വരുന്ന മാറ്റം നമ്മുടെ മെയിൽ ആപ്പിലാണ്. മെയിൽ ആപ്പിൽ ഇനി മുതൽ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. ഒരു വലിയ മെസ്സേജ് അയച്ചു, ആ ഒരു വലിയ മെസ്സേജ് നമുക്ക് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് അത് ഫ്രണ്ട്ലി ആക്കാം, പ്രൊഫഷണൽ ആക്കാം, അങ്ങനെ റീറൈറ്റ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഒരു മെസ്സേജ്, ഒരു മെയിൽ നമുക്ക് റിസീവ് ചെയ്താൽ അത് വലിയൊരു മെയിലാണെന്ന് കരുതുക, ആ ഒരു മെയിൽ ഫുള്ള് നമുക്ക് റെഡ്യൂസ് ചെയ്ത് സബ്മറൈസ് ചെയ്ത് എടുക്കാനും ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവസാനം ഒരു വലിയ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വരാതിരുന്നത് നമ്മുടെ സിറിയിലാണ്. എന്താണെന്ന് ചോദിച്ചാൽ സിറിയുടെ യൂസർ ഇൻ്റർഫേസ് നമുക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ കേട്ട പോലെ സിറി 2.0 ആണ്. വിളിച്ചില്ല. I found some web results. I can show them if you ask again from your iPhone. Nothing. സിറി 2.0 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൽ ഫുള്ളായിട്ട് മാറിയിരിക്കുന്ന യൂസർ ഇൻ്റർഫേസ് മാത്രമാണ്. അല്ലാതെ ഈ പറഞ്ഞ ChatGPT ഇൻ്റഗ്രേഷൻ, അതേപോലെ നാച്ചുറൽ ലാംഗ്വേജ് ആൻഡ് പേഴ്സണൽ കോൺടാക്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സിറിയിൽ ഇപ്പോൾ ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബേറ്റ ആണ് ഈ പറഞ്ഞ സിറി ഉൾപ്പെടെ വന്നിരിക്കുന്നത്. ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബേറ്റ ആയിട്ടാണ്. ഏറ്റവും അവസാനമായിരിക്കും ഈ പറഞ്ഞ സിറിയുടെ പല ചേഞ്ചസും ഇനി ആപ്പിൾ ഇൻ്റഗ്രേറ്റും ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് 15 Pro ഓർ ലേറ്ററും സെലക്റ്റഡായ ഡിവൈസിൽ, M1 സെലക്റ്റഡായ ഡിവൈസിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് US മാത്രമാണ് റിലീസായിരിക്കുന്നത്. ആൻഡ് UK അഥവാ നമ്മുടെ യൂറോപ്യൻ യൂണിയനിലും അതേപോലെ ചൈനയിലും ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്കറിയാം കുറച്ചധികം പോളിസി നോംസും അതേപോലെ പ്രൈവസി മാറ്റേഴ്സും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഇപ്പോൾ ഈ പറഞ്ഞ 2 കൺട്രിയിലും റിലീസാവാത്തത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാര്യം മനസ്സിലായി, അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം പുതിയ അപ്ഡേറ്റ്സും കാണാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടവരുടെ ബെല്ലയും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഇസ് Jayden Xavier signing from Evika and have a nice day.